ഈ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന കരിമങ്കലിലൊക്കെ എന്തൊക്കെ ചെയ്തിട്ട് മാറാത്ത കരിമങ്കലിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇത്ര വലിയ കരിമങ്കലിയുമായാലും നിശേഷം മാറ്റാനും ഒക്കെ കഴിവുള്ള നല്ലൊരു പാക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മാത്രം മതി. പഴമക്കാർ മുതലേ ഇതൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവങ്ങളാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ കരിമങ്കലി എന്ന് പറയുന്നത് ചില ആൾക്കാരുടെ ഫേസിൽ ഈ രണ്ട് ഭാഗത്തൊക്കെ ആണെങ്കിലും ഈ മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ ആണെങ്കിലും രണ്ട് ഭാഗത്തൊക്കെ ആണെങ്കിലും ബ്രൗൺ കളറിൽ കാണപ്പെടുന്ന ഒന്നാണ് ഈ കരിമങ്കലി എന്ന് പറയുന്നത്. ഇത് വരാനായിട്ട് കാരണമായിട്ടുള്ളത് അമിതമായ വെയിൽ കൊള്ളുന്നവർക്ക് ഇത് വരാറുണ്ട്. കാരണം ഈ കർഷകർക്കൊക്കെ കൃഷിപ്പണിക്കൊക്കെ പോകുന്ന കർഷകർക്കും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ വരാറുള്ളത്. ഇത് പുരുഷന്മാർക്കും വരാറുണ്ട്, സ്ത്രീകൾക്കും വരാറുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പം സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ വരാറുള്ളത്. പണ്ടൊക്കെ പാടത്തൊക്കെ പണിയെടുക്കാനൊക്കെ പോകുന്ന പുരുഷന്മാർക്ക് ഇത് വരാറുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഒരുപാട് വെയിൽ കൊള്ളുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമോൺ ചേഞ്ചസ് വരുമ്പോൾ ഇങ്ങനെ ഹോർമോണിൻ്റെ പ്രോബ്ലംസ് വരുമ്പോൾ ഇങ്ങനെ വരാറുണ്ട്. മൂന്നാമത്തെ ഓരോ ദിവസം ഓരോ ക്രീമുകളൊക്കെ വെച്ച് പല പല രീതിയിലുള്ള ക്രീമുകളൊക്കെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും ഇങ്ങനെയുള്ള കരിമങ്കലിയൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചില ആൾക്കാരിൽ ഇതുപോലെ ഇങ്ങനെ വരാറുണ്ട്. അത് നമ്മളൊക്കെ പറയുന്നത് കഷ്ടകാലം വരുന്ന സമയത്താണ് അങ്ങനെ വരുന്നതെന്നും അതല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കഷ്ടകാലം വരാൻ പോകുന്നതെന്നൊക്കെ പറയും. പക്ഷേ അതിനകത്തുള്ള കാര്യം അതിൽ സത്യാവസ്ഥ എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വെയിൽ ഏറ്റവും കൂടുതലും ആൾക്കാർക്ക് കരിമങ്കലം വരുന്നത് വെയിൽ കൊള്ളുന്നതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 25-30 വയസ്സൊക്കെ ആയ ആൾക്കാർക്ക് മുതലേ ഈ കരിമങ്കലം കാണാനായിട്ട് കഴിയും. അത് ഈ അമിതമായ വെയിൽ കൊള്ളുന്നതുകൊണ്ട് മാത്രം വരുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ്. ധാരാളം ആൾക്കാർക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളതുമാണ്. വേണ്ടുന്നത് നമ്മളിപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്നത് ഇത് ഇരട്ടി മധുരമാണ്. ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ്. ഇത് നമുക്ക് എല്ലാ അങ്ങാടി കടകളിൽ നിന്നും കിട്ടുന്നതാണ്. പൊടിയായിട്ട് നമുക്ക് കിട്ടും. ഇരട്ടി മധുരത്തിൻ്റെ തടിയായിട്ട് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ പൊടിയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്കിൻ നല്ല ബ്രൈറ്റൻ ആവാൻ സഹായിക്കുന്നതാണ് ഇരട്ടി മധുരം. അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് ആണ് ഈ ഇരട്ടി മധുരം. കാരണം സ്ഥിരമായിട്ട് ഇതിൻ്റെ ഉപയോഗം കൊണ്ട് തന്നെ നമുക്ക് ഫേസിൽ ചുളിവുകളൊന്നും വരാതിരിക്കുന്നതിനും, അതായത് ചില ആൾക്കാർക്കൊക്കെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ വര പോലെയൊക്കെ വരാറുണ്ടല്ലോ, അങ്ങനെയൊന്നും വരാതിരിക്കുന്നതിനും, അതുപോലെ തന്നെ ഫേസിലൊക്കെ ഉണ്ടാക്കുന്ന ഡാർക്ക് സ്പോട്ടുകളൊക്കെ കുറയ്ക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ ഇരട്ടി മധുരം എന്ന് പറയുന്നത്. ഇരട്ടി മധുരം നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് ഇത്രയും നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1 സ്പൂണിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തു. അടുത്തത് രക്തചന്ദനമാണ്. രക്തചന്ദനത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ. പഴമക്കാരുടെ സൗന്ദര്യ സംരക്ഷണത്തിലെ പ്രധാന ചേരുവകളിൽ ഒന്നാണ് ഈ രക്തചന്ദനം എന്ന് പറയുന്നത്. രക്തചന്ദനം, അതുപോലെ പച്ചമഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ, ഇതൊക്കെയായിരുന്നു പഴമക്കാരുടെയൊക്കെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇതൊന്നും അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ എല്ലാം ക്രീമുകളും കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഓരോ പ്രോഡക്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിലെല്ലാം ഉപരി ഏറ്റവും വളരെയധികം ഗുണം കിട്ടുന്നതാണ് ഈ പഴമക്കാരുടെ ഈ സൗന്ദര്യ കൂട്ടുകളെന്നൊക്കെ പറയുന്നത്. പച്ചമഞ്ഞളായാലും അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളൊക്കെ ആണെങ്കിലും അത് രക്തചന്ദനം ഒക്കെ ആണെങ്കിലും വളരെയധികം റിസൾട്ട് കിട്ടുന്നതാണ്. അതിന് സൈഡ് എഫക്റ്റ് മറ്റൊന്നും ഉണ്ടാവുകയില്ല. നമുക്ക് ഇപ്പോൾ ക്രീമുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ പല പല സൈഡ് എഫക്റ്റുകൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. ഞാനിപ്പോൾ രക്തചന്ദനമാണ് എടുത്തിട്ടുള്ളത്. ആൻറ്റിസെപ്റ്റിക് ആണ്, ആൻറ്റി ഫംഗലാണ്, അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയലാണ് ഈ രക്തചന്ദനം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഫേസിലൊക്കെ പാക്കായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കൂളിംഗ് ആയിരിക്കും ഫേസിന്. അതുപോലെ തന്നെ ചിക്കൻ ബോക്സ് ഉൾപ്പെടെയുള്ള പാടുകൾ മാറുന്നതിന് പണ്ട് കാലത്ത് ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് ഈ രക്തചന്ദനമായിരുന്നു. രക്തചന്ദനത്തിൻ്റെ തടി അരച്ചായിരുന്നു പണ്ടുള്ള ആൾക്കാർ ചിക്കൻ ബോക്സുകളൊക്കെ വന്ന പാടുകളൊക്കെ മാറ്റുന്നത്. ഇപ്പോൾ രക്തചന്ദനത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് 1 സ്പൂണിന് വേണ്ടിയിട്ട് എടുക്കാം. 1 സ്പൂണിന് വേണ്ടിയിട്ട് എടുത്ത് ഞാനിപ്പോൾ ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു. ഇത് പൊട്ടറ്റോ ജ്യൂസാണ്. പൊട്ടറ്റോ ഞാനിപ്പം ജ്യൂസ് ആക്കിയിട്ടില്ല. ജ്യൂസ് ആക്കണമെന്നവർക്ക് ജ്യൂസ് മാത്രമായിട്ട് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവന്നതാണിത്. ഇതിപ്പോൾ നമ്മൾ അരച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ കളറ് ഉണ്ടല്ലേ. ഇത് പൊട്ടറ്റോ ജ്യൂസാണ്.
ഇത് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇത് പൊട്ടറ്റോ ജ്യൂസിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ, വളരെയധികം എഫക്റ്റീവാണ്. ഫേസ് നല്ല ഗ്ലോ ആവുന്നതിന് വളരെയധികം സഹായിക്കും. അതുപോലെ കണ്ണിനടിയിലുള്ള കറുപ്പുകൾ മാറുന്നതിനും അതുപോലെ കണ്ണിനടിയിലുണ്ടാകുന്ന പഫ്നെസ് ഒക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ പൊട്ടറ്റോ എന്ന് പറയുന്നത്. പൊട്ടറ്റോ ജ്യൂസ് എടുത്ത് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ഉപയോഗിക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഈ ഫൈനായിട്ട് അരച്ചെടുത്ത് അതും കൂടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ പൊട്ടറ്റോ ജ്യൂസും കൂടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യത്തിന്, അതായത് നമ്മൾ കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇത് മിക്സ് ആവുന്നതിന് ആവശ്യത്തിനുള്ളത് വേണം നമ്മൾ എടുക്കാനായിട്ട്. ജ്യൂസ് ആണെങ്കിലും അങ്ങനെ തന്നെ നമുക്കിത് മിക്സ് ആവുന്നതിന് ആവശ്യത്തിന് എടുക്കണം. അടുത്തതായിട്ട് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് തേനാണ്. തേനെന്ന് പറയുന്നത് എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ് തേനെന്ന് പറയുന്നത്. തേൻ നമുക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ചെറിയ ഒരു സ്പൂണിന് വേണ്ടിയിട്ട് തേനും കൂടി എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് ഈ മിക്സ് ചെയ്യുമ്പോൾ ഒരു പാക്കിൻ്റെ കൺസിസ്റ്റൻസിയിലാവുന്നത് വരേക്കും നമുക്ക് പൊട്ടറ്റോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഉണ്ടോ, ഇത്രയായിട്ടുണ്ട്. കുറച്ചും കൂടെ പൊട്ടറ്റോ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തു. നല്ലൊരു പാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. നന്നായിട്ട് ഫേസെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പാക്ക് എന്നല്ല, ഏത് പാക്കായാലും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. കാരണം വാഷ് ചെയ്യാത്ത ഫേസിൽ നമ്മൾ ഏത് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും വരുന്നത്. കാരണം നമ്മൾ പൗഡർ ഒക്കെ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചതിന് ശേഷം വാഷ് ചെയ്യാതെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് നമ്മുടെ ഫേസിന് അബ്സോർബ് ചെയ്യുന്നതിനും ബുദ്ധിമുട്ടായിരിക്കും. അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആദ്യം തന്നെ അത് അബ്സോർബ് ചെയ്യുന്നത് ഈ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ പൗഡറിൻ്റെയൊക്കെ ഈ കെമിക്കലുകൾ തന്നെ ആയിരിക്കും. എന്തായാലും പൗഡറിലെല്ലാം കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാതെ ഒരു പാക്ക് നമ്മൾ വെറുതെ പോലെയുള്ള പാക്കുകളൊന്നും ഉപയോഗിക്കരുത്. ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ ഫേസെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നതാണ്. എന്നാൽ കൂടി നമുക്കൊന്നും കൂടി ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചൊന്ന് തുടച്ചു കൊടുക്കാം. തുണി ഉപയോഗിച്ചൊക്കെ തുടച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. നല്ല കട്ടിക്ക് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഇത് നമുക്ക് കണ്ണിനടിയിലെല്ലാം തേച്ച് കൊടുക്കാവുന്നതാണ്. കാരണം കണ്ണിനടിയിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പ് കളറൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ നല്ല പഫ്നെസ് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പഫ്നെസ് ഒക്കെ മാറാനായിട്ട് സഹായിക്കും. കറുത്ത പാടുകളെല്ലാം മാറാൻ വളരെയധികം നല്ലതാണ്. ഇതിൽ നല്ലൊരു പാക്ക് വേറെ ഒന്നുമില്ല. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതുമാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റുള്ള പാക്കുകളെ പോലെ 15 മിനിറ്റോ 20 മിനിറ്റോ അല്ല, ഇത് നമുക്ക് അരമണിക്കൂർ നേരം നമ്മുടെ ഫേസിൽ വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഗുണം നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വരാം. ഞാൻ ഫേസെല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയുണ്ട്. ഫേസിന് നല്ലൊരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആവാനൊക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്ഥിരമായിട്ടൊരു 7-8 ദിവസമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കരിമങ്കിലൊക്കെ നന്നായിട്ടൊന്ന് കുറയുന്നതിന് വളരെയധികം സഹായിക്കും. ഇത് ഏകദേശം ഒരു 3 ആഴ്ചയൊക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ
എത്ര വലിയ മാറാതെ നിൽക്കുന്ന കരിമങ്കല്ല് വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. യാതൊരു വിധമായ ദോഷവും നമുക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ചെറിയ കരിമങ്കല്ലൊക്കെ ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിലും കരിമങ്കല്ല് വരാതിരിക്കുന്നതിനും വളരെയധികം സഹായിക്കും. അതുപോലെ കരിമങ്കല്ലും ത്തിന് പുറമേ തന്നെ നമ്മുടെ ഫേസിനൊക്കെ ഉണ്ടാകുന്ന ചെറിയ കറുത്ത പാടുകളൊക്കെ മാറാനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. അതായത് നമ്മുടെ ചിക്കൻ ബോക്സ് വന്ന പാടുകൾ ഉൾപ്പെടെയുള്ളത് മാറാൻ സഹായിക്കുന്ന നല്ലൊരു പാക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.